അതായത് ഖാഫ് ട്രീ എന്ന് പറഞ്ഞാൽ യുഎയുടെ ദേശീയ വൃക്ഷമാണ്. അത് മരുഭൂമിയിൽ എത്ര കൊല്ലം വേണമെങ്കിലും ഒരാളും നട്ട് നനച്ച് പരിപാലിക്കൊന്നും വേണ്ട, അത് നിലനിന്നോളും. ഒരു കിലോമീറ്റർ അകലെ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ്. ഒട്ടകത്തിനെ കടിച്ച് തിന്നണ സാധനമാണ്. ഒട്ടകത്തിനെ കടിച്ച് തിന്നുന്ന സാധനം. ഒട്ടകം കടിച്ച് തിന്നു. എന്നാലും നശിക്കില്ല ഒരിക്കലും. അതുപോലത്തെ ഒരു മരമാണ്. ഇത് എന്റെ ഉണ്ടോടി അല്ല, ഞാൻ മുന്നെടുത്തുണ്ടായിരുന്നു. പക്ഷെ പാർക്കില് ക്ലാസ് വെച്ചാൽ ഒന്ന് പറയൂ. അതിവിടെ പോകാൻ പറ്റില്ല. അതിവിടെ പോകുന്നതിനെ കുറിച്ച് ബുദ്ധിമുട്ടാണ്. അതികൂടെ പോണെങ്കിൽ പാസ്പോർട്ട് വേണമെന്നല്ല ഇപ്പൊ നമ്മള് കണ്ടുപിടിച്ച കാര്യം. നമ്മളിപ്പോ വീണ്ടും നമ്മള് യുഎയിലേക്കാണ് പോണെന്ന് പറഞ്ഞാൽ അവര് വിടില്ല അല്ലേ? തിരിച്ചു വിടില്ല. മഞ്ഞള് ഭയങ്കര. ഇതാണ് മസ്വാഡ്, അജ്മാനിലേക്കുള്ള അജ്മാന്റെ ഏരിയ. അജ്മാന്റെ ഏരിയ ആണ് മസ്വാഡ്. അല്ല, ഇവിടെ ഇത് ഹത്തിയാണ്. പക്ഷെ ദുബായ്. ഇപ്പൊ നമ്മള് ഹത്തിയിലെത്തി. ഹത്ത ഡാമിലേക്ക് ഇവിടെ ഉണ്ടോ മസ്വൂഡ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് അജ്മാന്റെ പോർഷൻ. മറ്റേ നേരെ പോവാം. ഡാമിൽ പോയിട്ട് ആദ്യം ഡാമിന്റെ മേലക്ക് വണ്ടി മേലക്ക് പോകുമ്പോ നമ്മുടെ ചെറിയ പവർ കുറഞ്ഞ വണ്ടി ഓടിക്കുമ്പോ ഒരു ഇതുണ്ട്, നോക്കി നോക്കുന്നുണ്ട്. ഇവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. മലബാർ റെസ്റ്റോറന്റില് കാടൂളി സാമ്പാർ ഉണ്ടാക്കിയോണ്ട് പോയി. പുതിയ ബസ് സ്റ്റോപ്പ് പണിയുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണോ? ഇത് സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാ, സൂപ്പർ മാർക്കറ്റ് അല്ല. പക്ഷെ ഇവിടെ വെള്ളമൊക്കെ കാണിക്കുന്നുണ്ട്. ഗായ്സ്, ഞങ്ങൾ വെള്ളം മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഹത്തേലുള്ളത് ഇതിലാക്കട്ടെ. യെസ്, ആഹാ, നല്ല പൂവാണല്ലോ. ഇതാണല്ലോ പറഞ്ഞ പാലപ്പൂ എന്ന് പറഞ്ഞ പാലപ്പൂ. കണ്ണട വെച്ചാൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? യെസ്, ഓ പാലപ്പൂ. ഞാനിതില് വോയിസ് എഡിറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ബ്ലൂപേഴ്സ് ആണെന്ന് പറഞ്ഞില്ലേ? വെറുതെ വായി തോന്നിട്ടാ. ഹത്ത ഡാമിലേക്ക് റൈറ്റ്, നേരെ റൈറ്റ് നേരെ പോണതാണോ ഒമാൻ? ഹത്ത ഫോർട്ട് ഹോട്ടൽ അങ്ങോട്ടല്ലേ? ഓക്കെ ഓക്കെ. അതൊന്നും അവിടെ ഒമാന്റെ അവിടെ അറ്റം വരെ പോകാൻ പറ്റും. വേണേ പോയിട്ട് നോക്കിട്ട് വരാം. അപ്പൊ അവിടെ പോയി ഉടനെടുത്തിട്ട് ഇതാക്കാനുള്ളത് വരുമ്പോ കാണാം. അവിടെ പോയിട്ട് ഈ വൈക്കല്ലോ തന്നെ. ഡാം ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി ഇച്ചിരി ഉണ്ട്.
ഇതാണ് ലീം ലേക്ക്. അല്ല, ഇത് ലീം ലേക്ക്. ഇത് പോയി കണ്ടിട്ട് വരാം. ഇത് ലീം ലേക്ക്. ഇതാണ് ലീം ലേക്കിന്റെ എൻട്രി. ക്യാമ്പിംഗ് സപ്ലൈസ് റെന്റൽ. റെന്റലാണ്. ഇവിടത്തെ അത് നിങ്ങള് പറയേ. അമ്മക്ക് വിളിക്കാൻ ആൾക്കാര് വ്ളോഗിൽ വന്നിട്ട് ആ പ്രശ്നം. പുതിയ സ്റ്റേഷൻ ഫയറാണ്. ഇലക്ട്രിക് ബസ് അല്ലല്ലോ, കുഞ്ഞൻ ബസ് ആണല്ലോ ഉള്ളു. ഇലക്ട്രിക് പക്ഷെ നമ്മുടെ ഇവിടെ ദുബായിലുണ്ടല്ലോ മെയിനായിട്ട്. ദുബായിലെ അതിന്റെ ഉള്ളിലൊക്കെ ഓടാം വീട്. അത് തിരിച്ചു പോണ സമയത്തുള്ളതാണ്. വരുമായിരിക്കും, ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അല്ലെങ്കിൽ കർമ്മന്മാരോ കർമ്മന്മാർക്ക് അറിയിക്കും തരും. സ്റ്റേഷൻ ചെറിയൊരു ടൗൺ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അല്ല, നമ്മള് നാട്ടിലെ ഗ്ലാസ് വണ്ടി എടുത്ത് AC ഇടുന്നു. ഇനി അൽമേര റെസ്റ്റ് ഏരിയ. അൽമേര റെസ്റ്റ് ഏരിയ ഇവിടെ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് അല്ല, വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. ആദ്യം അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, മലബാറിലെ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നു. ദുബായ് പോലീസ് തന്നെ അവിടെ വണ്ടിയിലൊരാള് അത്താട സ്ട്രീറ്റ്. ഇതെന്നിട്ട് സംഭവം അത്താട ഫ്രീ ഷട്ടിൽ വേണ്ട, നമുക്ക് മേലേക്ക് പോവാം. മേലെ പോവാൻ പറ്റും. അല്ല, ഞാൻ ഫുള്ളായിട്ട് കയറ്റി വണ്ടി മേലേക്ക് കണ്ട. അതിന്റെ മേലേക്ക് ഞാൻ ഇറങ്ങി നടക്കും. അല്ല അല്ല, അവിടെ പോകും, നമുക്ക് നോക്കാം. എവിടേക്ക് അവർ പറഞ്ഞനുസരിച്ച് ഇതിൽ കൂടെ കയറണോ? ഒരു മിനിറ്റ് ഒന്ന് നിർത്തി ചോദിച്ചു. ഒരു മിനിറ്റ് നിർത്ത്. അല്ല, എന്താന്ന് ചോദിച്ചു. ഇതിലെ വഴിയുണ്ട് തോന്നുന്നുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ വണ്ടി ഇറങ്ങില്ല കേട്ടോ. നല്ല ബെസ്റ്റ് ഒരു എക്സസൈസ് ഉണ്ട് ഇപ്പൊ. ആ മലയുടെ മുകളിലാണ് റൂമിൽ കിടന്ന് ഇതിലേ കയറിപ്പോയി. അങ്ങനെ അല്ലല്ല, ആ മെയിൻ റോഡ് വഴി കയറിപ്പോയി ഞാൻ. എന്നാ പിന്നെ ഇങ്ങോട്ട് പോകണ്ട, തിരിക്കാം നമുക്ക്. അല്ല, അവിടെ വരെ പോയി നോക്കി തിരിച്ചു വരാം. പാർക്കിംഗ് ചെന്നാ മറ്റേ ഇത് കാണാൻ പറ്റുമോ? നാടൻ രീതിയിൽ സംസാരിക്കണം. ആൾക്കാർക്ക് റിയലിസ്റ്റിക് ആണ് വേണ്ടത്. സത്യങ്ങള് കയാക്കുണ്ട്. അവിടേക്ക് ഞാൻ പറഞ്ഞത് സ്റ്റീക്ക് ആയിട്ടുള്ള കണ്ട, ഇതാണ് സ്റ്റീക്ക് ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കി കാണാതെ സണ്ണിയാണെന്ന് കുറച്ച് വണ്ടികൾ കയറ്റി ഒരു ചേച്ചി കാര്യം അവിടെ തിരിക്കാനുള്ള സ്ഥലം ഇത്രേ ഉള്ള സംഭവം. ഈ പെണ്ണിന്റെ ലുങ്കി കഴിഞ്ഞു, നിന്റെ ലുങ്കി ഓടാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കയറ്റം കണ്ട, അതാണ് റോഡ്. കണ്ട കുത്തനെയുള്ള സംഭവം. ഞാൻ പറഞ്ഞു അങ്ങനെ കറങ്ങി അതേ വണ്ടി കയറി തോന്നുന്നു. ഓഹോ, അല്ലാതെ റെഗുലറായിട്ട് വെള്ളം വരുന്നല്ല. ഈ മരത്തിന്റെ പേര് ഹണിറോസ് മരം. എന്റെ പേര് അങ്ങനെയാണ്.
ഇത് വെപ്പാണ് ഞാൻ സണ്ണി കൊണ്ട് കയറ്റിന്ന് പറഞ്ഞില്ല അന്ന് ഭയങ്കര കുത്തന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്ഥലത്ത് കൊണ്ടിരിക്കുക ഓടിച്ചു നോക്കില്ല അതാ പറഞ്ഞ പക്ഷെ 4 പേരായിട്ട് കേരള പോയില്ലേ ജബലഫീത്ത് അത് ഇത്തിരി കൂടി ടേണ് കെറുള്ള അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ച് മീനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റേ പരല് പരല് അതിന്റെ അപ്പുറത്ത് കാണുന്നത് മറ്റേ കണിയാൻ പരല്. കരിപ്പിടിയില്ല കരിപ്പിടില്ല ഇവിടെ കല്ലുത്തിയേ ഉള്ളൂ. കല്ലൂത്തി എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ കല്ലുമ്പോട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് കല്ലൂത്തി. ആണ് നമ്മൾ മലയാളികളുടെ പൊതുവെ കഴിക്കണം. നമ്മുടെ നാട്ടിലെ ഈ എലകുമറില്ലേ എലകുമറിനൊക്കെ അതിൻ്റെ ഒരു വക മുള്ളല്ല തടിമ മുള്ളുണ്ടാവും. എലകുമരത്തും അങ്ങനെയാണ്. ഇലവിൻപൂക്കൾ എന്ന് പറയില്ല. ദേവ അണ്ടറിനുള്ളതിന്റെ ഹത്യാരണം ഓക്കെ 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 നോ പാർക്കിംഗ് ദുബായ് പാർക്കിംഗ് ഇല്ലേ അവർക്ക്? പാർക്കിംഗ് ഇല്ലെങ്കിൽ അപ്പുറത്തോണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചില്ലേ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിന്റെ ഫ്രണ്ടില് അതെന്തോ ഒരു സ്റ്റേഷന് ഫ്രഷ് സാധനം എടുക്കട്ടോ. പക്ഷെ കൊണ്ടുപോകാൻ ബോക്സ് വണ്ടിയിൽ ബോക്സ് മറ്റേ വലിയ ബോക്സ് ഞാൻ ഇറക്കി വെച്ചു. ബാഗ് ഉണ്ടായിരുന്നു, കൂളർ ബാഗ്. ദുബായ് മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ഹത്ത മാർക്കറ്റ് ഫോർ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ആൻഡ് മീറ്റ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇറങ്ങി നോക്കാം വെറുതെ കാണാനായിട്ട് പോവാം നമുക്ക്. നമ്മളിനി ഹത്ത ഹെറിറ്റേജ് വില്ലേജ് റൈറ്റ് സൈഡ് ഇതാണ് ദുബായ് ഔട്ടാണ്. അപ്പൊ ഇവിടം വരെ വന്നത് ഒമാൻ ഹത്ത എല്ലാ കാഴ്ചകളും വളരെ സുന്ദരമായിട്ട് വീക്ഷിച്ചുകൊണ്ട് അതെ നമ്മള് അവിടെ എത്തിച്ചേർന്നു. മലബാറി റെസ്റ്റോറന്റ് ഹത്ത ടീ മേടിച്ചു വെച്ചോ. അതിന്റെ അപ്പുറത്തിടോ മല്ലു ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് മലബാർ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ഏത് ഒരു പിടി പിന്നെ സാമ്പാറും മീൻ ചാറും വെച്ചിട്ട് ഒരു മിക്സഡ് പിടി. അത് കഴിഞ്ഞിട്ട് പിന്നെ രസവും അച്ചാറും കുഞ്ഞമത്തി വറുത്തുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ, ദാൽ ഫ്രൈ. ഇതൊക്കെ എന്താണ് ഈ കഫേനെ കുറിച്ച് പറയാനുള്ളത്? നല്ല ഫുഡാണ് അല്ലേ? ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ റീസെന്റ് ആയിട്ട് ഇവിടെ പോയി കഴിച്ചിട്ട് മോശം എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അങ്ങനെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അവിടെ നിർത്തിക്കൊണ്ട് എന്നെ കൊണ്ട് വയ്യ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലം?
ഇപ്പൊ നമ്മള് ഹത്തോ മാൻ റോഡിലേക്ക് കടക്കാൻ പോകണം. നമ്മുടെ ഈ 44ലേക്ക് കടന്ന് സ്ട്രൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ എത്തുന്നവരുണ്ട്. അതെ, ഇവിടെ സ്ഥലത്തിന്റെ പേരൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അതൊന്നും നമുക്ക് സ്ഥലത്തിന്റെ ഇത് അറിയാൻ പേര് പറയാൻ നമ്മൾ ഫൈനലി റീച്ച് ചെയ്തിരിക്കുകയാണ്. ഹത്ത ട്രിപ്പ് നമ്മുടെ വീട്ടിലേക്ക് ഇതാ എത്തിക്കേറാൻ പോകും. ഊർജ്ജസ്വലം 2 ബിരിയാണിയിൽ മേടിച്ചത് പവറേഷ് ആവില്ല. കെടുത്തി പോടേ